ഇംഗ്ലീഷിലെ ടിമ്മാണ് മുങ്ങിപ്പോയി നേരത്തെ ഇവിടെ ടിം എന്ന് പറഞ്ഞതിൽ കൂടെ മുന്നോട്ട് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒരാൾ ടിമ്മും ഒരാൾ ടിമ്മും പറഞ്ഞത് അല്ലേ. ഈ ടിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടിമ്മായി പോയാൽ എനിക്കെങ്ങനെ ശമ്പളം കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ബഷീർ പറഞ്ഞൊരു ഉപായമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ടിമ്മാവാമെന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. രണ്ടാളും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ടിമ്മും ടിമ്മും തുടങ്ങി ഒട്ടനവധി മലയാള വാക്കുകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത അതുല്യനായ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു അതിശയമുള്ള അത്ഭുതമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഈയിടെ കെ.എൻ. കുഞ്ഞാമത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് അധികാരങ്ങൾക്കെതിരെ, അധികാര കോട്ടക്കുത്തങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ചക്രവർത്തിമാർക്കെതിരെ, രാജാക്കന്മാർക്കെതിരെ അവരൊക്കെ ഇന്നെവിടെ, ഇങ്ങനെ രാജ്യം അടക്കി വാഴുന്ന അധികാരങ്ങൾ ഇന്നെവിടെ എന്ന് കയർത്ത ആ ഒരു മനുഷ്യനെ നിങ്ങൾ ആ വട്ടത്തിൽ സുൽത്താനാക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. പൊൻകുന്നം വർക്കിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഏതോ ഒരു കണ്ടുപിടി പാതരാത്രി കണ്ടുപിടിച്ച് വരുമ്പോൾ വിളിച്ച വാക്കായിരിക്കാം ബേപ്പൂർ സുൽത്താൻ. ഇങ്ങനെ വിശേഷങ്ങളിലോ അല്ലെങ്കിൽ ഇതൊന്നും ഒതുങ്ങാത്ത ഒരു മഹാപ്രതിഭയാണ് അല്ലെ. ഇപ്പൊ കുറെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ കൂടുതൽ പറയുന്നില്ല, കാരണം എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. ആ വാക്കുകൾ ഡോക്ടർ ആഷറൻ തോന്നുന്നു അല്ലെ, അദ്ദേഹത്തിന്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അദ്ദേഹം പല ഇങ്ങനെയുള്ള ഡിംഗുകളൊക്കെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഈ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചവർ പോലും ഒരുപക്ഷെ ബഷീറിനെ ആ വേണ്ട വിധത്തിൽ ആ ഒരു കൃതി ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം സംശയമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നൊന്ന് പറയാനുള്ളത് ഇതേ പ്രേമലേഖനുമായി ബന്ധപ്പെട്ട് തന്നെ. ഇത് ഞാൻ എവിടെയോ കേട്ടതാണ്. ഞാൻ അതിന്റെ ആ ഒരു തോട്ട് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അതായത് ഈ കരാർ വെക്കുന്നുണ്ടല്ലോ സാറാമ്മയും കേശവനാരും, അവിടെ കരാറിൽ പിന്നെ മാസം 20 രൂപ തരാമെന്നുള്ളതാണ്. അതിനൊരു ചുംബനം ചോദിക്കുന്നു. അപ്പൊ അത് കരാറിൽ എന്നാണ്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ചുംബന സമരം നടത്തിയത് ഈ സാറാമെന്ന് ഞാൻ കേട്ടതാണ്. അതിന്റെ തോട്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബാല്യകാലസഭയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ 12 പ്രാവശ്യം വായിച്ച പുസ്തകമാണ്. അതിലിന്നും ഈ മജീദ് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, എന്തായിരിക്കണം സുഹറ എന്നോട് പറയാൻ കാത്തുവെച്ച ആ കാര്യം അല്ലേ. എല്ലാവരും ആ നോവൽ അവസാനിക്കുന്നതാണ്. ബോംബെ തെരുവിലെ ആ ഒരു ഇടുങ്ങിയ ഗല്ലിയിലെ ഏതൊരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നടുവീർപ്പിട്ടുകൊണ്ട് സുഹറയെ ആലോചിക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ച ഒരു കാര്യം എന്തായിരിക്കാം, കഴിഞ്ഞ വരവിൽ ബസ് കയറാൻ ഒരുങ്ങുമ്പോൾ ബസിന്റെ ഹോറൻ മൂലം കേൾക്കാതെ പോയ ആ ഒരു കാര്യം ഒരു പക്ഷേ തലമുറകളെ ഇന്നും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യസനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷാദങ്ങളുടെ മനസ്സിന്റെ അകത്തറങ്ങളിലേക്ക് ഊന്നിവിടുന്ന ആ ഒരു ചോദ്യം ഇപ്പോഴും ബഷീർ ഈ സുഹറയെയും മജീദിനെയും സ്നേഹിക്കുന്ന ആ പുസ്തകങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇന്നും അവരുടെ മനസ്സിനെ എന്റെ വ്യഥയാണ് ഈ പറയുന്ന പോലെ ആ ചോദ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഷീറിനെ കണ്ടവരുണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ബഷീറിനെ കാണാൻ ഒരു സുവർണവാസം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളും 90കളിലോ സമ്മാനി സാഹചര്യങ്ങളും കോട്ടത്തിൽ പോയപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, അന്നേ വായനയുടെ ചെറിയ അസ്ഥിതി ഉണ്ടായ വൈക്കം മുഹമ്മദ് കണ്ടു പോകാതെ. അപ്പൊ എന്ത് ബഷീറിലേക്ക് വന്നിട്ട് ഞാൻ നാട് പിടിക്കാന്ന് പറഞ്ഞു. പിന്നീട് ബഷീർ മരിച്ചപ്പോഴാണ് അതിൽ പലരും പറയാൻ ഇത്രത്തിന്റെ ആളായിരുന്നു. അതിപ്പോ ഒരാൾ പല്ലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കുമ്പോൾ നിന്നെ കൊണ്ടാണ് ബഷീറിനെ കാണാതെ പോയിരുന്നത്. ബഷീറിനെ കാണാൻ പക്ഷെ ഒരുപാട് അവസരം എല്ലാവരും ഉണ്ടായിരുന്നു. ബഷീറിന്റെ ഹാസ്യത്തെ കുറിച്ച് പറഞ്ഞു. 1921 സിനിമയുടെ 100ാം വാർഷിക ദിനത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ബഷീർ പറഞ്ഞത് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, കണ്ണിന് ചെറിയ കാഴ്ചകളുണ്ട്, എങ്കിൽ മുമ്പിലിരിക്കുന്ന സുന്ദരിമാരെ എനിക്ക് വ്യക്തമായി കാണാൻ പറ്റുമെന്ന് വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ നേരത്തെ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞു. ഈ ഭ്രാന്തിന്റെ കാര്യം പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെടി നട്ടു വെക്കുന്നുണ്ട്. അപ്പൊ കാണാമെന്ന് നടക്കുന്ന കാരശ്ശേരി മാഷാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചോദിച്ചത് പിന്നെ ബഷീർ കാരശ്ശേരിയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഇത് 2 ആളിന്റെ വീട്ടിൽ വന്നിരുന്നു. ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അലി റളിയല്ലാഹു അൻഹു. അവര് ഈ പിന്നെ ചെടി നട്ടുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത നടിയിലാണ് പൂക്കളിങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത്. നട്ടത് ഇങ്ങനെ വാടി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വട്ടാണ് നോക്കുമ്പോൾ എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞു. പള്ളിയിൽ പോകുന്നത് നോക്കുമ്പോൾ പറഞ്ഞത് തന്നെയാണ് നേരത്തെ സലാം സാഹിബ് പറഞ്ഞതുപോലെ ഭ്രാന്തായാൽ എന്ത് സ്വഭാവമാണ്. അപ്പോൾ പറഞ്ഞ ബഷീർ പറഞ്ഞ ഉത്തരം ഈ വട്ടായാൽ നിസ്കരിക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഹാസ്യത്തിന്റെ മുൻപടി ചേർത്തുകൊണ്ട് പറഞ്ഞു വെച്ച മഹാനായ
ഒരു എഴുത്തുകാരനാണ്. ഈ പറയുന്ന പോലെ അത് ബേപ്പൂർ സുൽത്താനോ അല്ലെങ്കിൽ മലയാളത്തിന്റെ മഹാസാഹിത്യത്തിന് ഒരു വാക്കുകളിലും ഒരു കള്ളികളിലും ഒരു ഫ്രെയിമിലും ഒതുക്കിയിടാനാവാത്തൊരു സംഭവമാണ് ഈ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ച് വളരെ സംഭവപരം. അതിലൊരു ചെറിയൊരു വിഷയങ്ങൾ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് വൈക്കൻസ് പന്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നല്ല നാട് വിടുന്നു. 930 മറ്റുമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നത്. അതെ അങ്ങനെയാണ് ആ സംഭവം. പിന്നീട് ഈ തിരിച്ചു വന്ന ശേഷം നേരിട്ട് അദ്ദേഹം എഴുത്തിലേക്ക് വരികയാണ്. ജോലി കുറെ അന്വേഷിച്ചു. അവസാനം പൈ എന്ന് പറയുന്ന ഒരാളുടെ പ്രസിദ്ധീകരണശാലയിലേക്ക് പോവുകയാണ്. അപ്പൊ ആളുകളുടെ ജോലി ഇതിന്റെ പബ്ലിഷറും പ്രിന്ററും അതെല്ലാം ഞാൻ തന്നെയാണ്. വേണമെങ്കിൽ എഴുതി തന്നാൽ ഞാൻ പൈസ തരാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം തോന്നുന്നത്. എഴുത്തുകാരനാവുന്നത് ഏറ്റവും ഈസിയായ പണിയാണ്. ലോകം കറങ്ങി വന്നത് ഒരുപാട് അനുഭവമുണ്ട്. എന്തെങ്കിലും എഴുതി കൊടുക്കാൻ എനിക്ക് തോന്നുന്നു തങ്കം തോന്നുന്നു രാജ്യത്തെ കഥ. അതിനെ അന്ന് അദ്ദേഹം കൊടുത്ത ഒരു അണയാണ്. അത് തന്നെ പറഞ്ഞു പൈ എടുക്കുന്ന ഒരു അണയാണ്. പൈക്ക് വേണമെങ്കിൽ അതൊരു പൈ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം വലിയ തുകയായിരുന്നു അണ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞത് ഒരുപാട് പേർക്ക് അവരുടെ അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. ഒരുപാട് ഈ ബാങ്കുകാരെ മുതൽ ഒരുപാട് പുസ്തകങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. അപ്പൊ ഞാൻ നിർത്തുകയാണ്. എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനാണെന്ന് പറഞ്ഞ ബിഷപ്പിനെ നായകനോട് നീ നിന്റെ പൊക്കിൽ നോക്കൂ, അവിടെ നിനക്ക് നിന്റെ അമ്മയെ കാണാം, അതുവഴി പൂർവ്വസ്വരികളായ അനേക കോടി ആളുകൾ കാണാം എന്ന് പറഞ്ഞ മഹാനായ ബഷീറിന്റെ പൂർവ്വം പുതുക്കുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനകളും നേടുന്ന ശ്രമം.